MLA-മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് MLA ഫോണിൽ കിട്ടുന്നില്ല. അതേ ഒളിവിലാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ വന്ന് ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ. പാലക്കാട് വച്ച് നടക്കുന്നത് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് എൻ്റെ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രസ്തുത സംഘാടക സമിതി യോഗത്തിൽ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. MP രാജേഷും മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. നവംബർ മാസം 7 മുതൽ 10 വരെയാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. അപ്പോൾ പിന്നെ MLA-മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് MLA ഫോണിൽ കിട്ടുന്നില്ല. അതേ ഒളിവിലാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ വന്ന് ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വയം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു കാര്യങ്ങൾ നേരെ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. കാരണം ഇത് കുട്ടികളുടെ ഒരു ഉത്സവമാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ പിന്നെ ഇരകൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും 3-4 പേര് പറഞ്ഞല്ലോ, അസത്യമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തില്ല? അപ്പോൾ ഈ അവർ പറഞ്ഞതെല്ലാം വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ അന്തസ്സോടുകൂടിയും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിപ്പെടണം. കോടതിയിൽ പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് മാങ്കൂട്ടൻ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ. ഒരു ഉളുപ്പുമില്ലാതാണ് നടക്കുകയാണല്ലോ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വളർന്നുകൊണ്ടിരിക്കുക. ഏതാ ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുക, എടോ വിജയ, ആരെന്നറിയാൻ വിളിച്ചത്? പിണറായി വിജയന്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്തരം അഹങ്കാരവും ധിക്കാരവും കാണിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്ര ആകാശത്തേക്ക് പറന്നു പോയാലും തറയെ വന്ന് സമ്മാനം വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ.